നിങ്ങളുടെ ഇഷ്ടമുള്ള ഫിലിം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഒടുക്കത്തെ പോസിറ്റീവ് റെസ്പോൺസ്. അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷെ നമുക്ക് ആസ് എ ഫാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, തിയേറ്ററിലോട്ട് പോകാൻ പറ്റില്ല. അമ്മാതിരി പനിയും ക്ഷീണവും ജലദോഷവും എല്ലാം കൊണ്ട് ബെഡിൽ കിടപ്പ്. പക്ഷെ ചുറ്റുമുള്ളവരെല്ലാം പടം കണ്ട് അടിപൊളിയാന്ന് പറയുന്നുണ്ട്. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? എനിക്ക് വന്നു. ആൻഡ് അതായിരുന്നു ഇപ്പോൾ 2-3 ദിവസമായിട്ട്. ഇപ്പോഴും ഓക്കെ ഉള്ള, ബട്ട് സ്റ്റിൽ 2-3 ദിവസമായിട്ട് കിടപ്പാൻ. ആൻഡ് ബെത്തലേം കുടുംബം കൊണ്ട് കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആസ് എ നെയിംബോളി ഫാൻ എനിക്ക് ഈ പടം ഫസ്റ്റ് ഡേ കാണണമെന്നുണ്ടായിരുന്നു, ബട്ട് പറ്റിയില്ല. സോ കണ്ടിപ്പോൾ വന്നതേ ഉള്ളൂ. ഒരു ചില ഫിലിംസ് നമുക്ക് എന്താന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരല്ലേ എന്ന് ആഗ്രഹിച്ചു പോകും. അങ്ങനെ കണ്ട് കുറച്ചുകൂടെ കാണിക്കുക ഇത് എൻ്റെ ആവില്ലേ എന്ന് മനസ്സുകൊണ്ടൊക്കെ തോന്നിപ്പോകും. അങ്ങനെ ചുരുക്കം ചില ഫിലിംസേ ഉള്ളൂ. ഇതെനിക്ക് അങ്ങനെ തോന്നി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഓക്കെ, ബെത്ലഹേം കുടുംബ യൂണിറ്റ്. പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ആയിട്ടൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല, ബിക്കോസ് എനിക്ക് ഈ പടത്തിന് നെഗറ്റീവായിട്ടേ തോന്നിയില്ല. ലിറ്ററലി ഒന്നും തോന്നിയില്ല. ചിലപ്പോൾ എന്നിലെ നെവിംബോളി ഫാൻ ഉള്ളതായിരിക്കും, എനിക്ക് ഒരു നെഗറ്റീവായിട്ടും തോന്നിയില്ല. പടം തുടക്കം തൊട്ട് അവസാനം വരെ ഒറ്റ മൈൻഡിൽ ഫോൺ പോലും നോക്കാതെ വളരെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് കണ്ടു തീർത്തു. കുറേ ചിരിച്ച, കുറേ കാര്യങ്ങളൊക്കെ മനസ്സിൽ തൊട്ട് കുറേ മെമ്മറീസ് ഒക്കെ വന്ന ഒരു അടിപൊളി ഫിലിം. ആദ്യത്തെ കാര്യം, ഇത് എടുത്തു വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് ഗിരീഷ് ഷേഡി ലൈക്ക് ഇതിനകത്തൊരു കഥ വൈസ് പുതുമയുള്ളത് ഒന്നുമല്ല. ഒരു ലവ് സ്റ്റോറി, ഒരു പക്ക ലവ് സ്റ്റോറി. ഇപ്പം കുറച്ച് ഒരു ട്രെയിലറിനകത്ത് കണ്ടുകൂട്ട് തന്നെ ഒരാൾ ഒരു ആദ്യക്കാട്ട് പ്രായം കുറഞ്ഞൊരു പുള്ളിക്കാരി ഇഷ്ടപ്പെടുന്നു, അവരുടെ ഒരു ലവ് സ്റ്റോറി, അതാണ് സംഭവം ബേസ്. ബട്ട് ഇതിനെ എങ്ങനെ ഇത്രയും എൻഗേജിങ് ആക്കി, ഇത്രയും ക്രിഞ്ചൊന്നും ആവാതെ ലൈക്ക് ഓവറാക്കി അത് ചളവാക്കാൻ നമുക്കങ്ങ് അയ്യെന്ന് തോന്നിക്കാതെ നല്ല എൻഗേജിങ് ആയിട്ട് ഒരുപാട് ചിരിച്ച് അതിൻ്റെ കൂടെ വിത്തൗട്ട് നോ ഡബിൾ മീനിങ് എന്ന് പറഞ്ഞ പരിപാടിയേ ഇല്ലാതെ ഭയങ്കര ഫണ്ണായിട്ട് എങ്ങനെ എടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഉത്തരവാണ് ഗിരീഷ് ഷേഡി. പുള്ളിക്കാരന് ആ ഒരു പരിപാടി അറിയാം, എവിടെ വരെ പോവാം എവിടെ വരെ പോകരുത്, ലൈക്ക് ആ ഒരു മീറ്റർ കറക്റ്റ് അറിയാം. ആൻഡ് അതാണ് പുള്ളിക്കാരൻ്റെ വിജയം. അല്ലാതെ എടുത്ത് അതിന് വേണ്ടി ചെയ്ത് നമുക്ക് കുറേ റെഫറൻസ് കയറ്റി വിടാം, അല്ലെങ്കിൽ കുറച്ച് ഫിലിം റെഫറൻസ് കയറ്റി വിടാം, ഇപ്പോഴത്തെ ആൾക്കാരുമായിട്ട് കണക്റ്റ് ആവും എന്നൊന്നുമില്ല. ഭയങ്കര നാച്ചുറൽ ഒരു പ്രോസസ്സ്, ആ ഒരു ഫ്ലോ, അത് ഭയങ്കര രസമായിരുന്നു. ആൻഡ് അതാണ് എനിക്ക് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ വർക്കായത്. അടുത്ത എനിക്ക് പറയാനുള്ള പെർഫോമൻസസ് കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് എനിക്ക് പെർഫോമൻസ് ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു, എല്ലാവരും, ലിറ്ററലി എല്ലാവരും. ആൻഡ് എനിക്ക് പറയാനുള്ളത്, ആസ് എ നെയിംബോളി ഫാൻ, ഞാൻ ഭയങ്കര നെയിംബോളി ഫാനാറ്റിക്കാണ് നേരം തൊട്ട്. എല്ലാവർക്കും പ്രേമവും വടക്കൻ സെൽഫിയും ഒക്കെ കണ്ടെനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഞാൻ നേരം തൊട്ടായിരുന്നു. തട്ടത്തിമറയത്തിനെക്കാട്ടും എനിക്ക് നേരം കണ്ട് പിന്നെ തട്ടത്തിമറയത്ത് റീവാച്ച് ചെയ്ത് അങ്ങനെ ഒരു ഫാനായതാണ്. ആൻഡ് എനിക്ക് നിവിൻ പോളി എന്ന ആക്ടറിനോട് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നതല്ല, പുള്ളിക്കാരൻ്റെ ആ സോൺ അതെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ആ ഒരു സോൺ അത് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് കോമഡിയൊക്കെ ഹ്യൂമറൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന കുറേ ന്യൂആൻസസ് ഭയങ്കര നോട്ടത്തിലും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു പരിപാടിയാണ്. അത് പുള്ളിക്കാരനെ ചെയ്യാൻ പറ്റും. യൂത്തന്മാരിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, യൂത്തിൽ. ആൻഡ് ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. അത് ആ ഒരു പഴയ നെവിംബോളി എന്ന് പറയുന്ന ഒരു ചാം ബോയ്നെസ് ഡോർ പുള്ളിക്കാരനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. ആൻഡ് പിന്നെ മമിത ബൈജു. എനിക്ക് മമിത ബൈജു വിശ്വനാഥൻ സൺസിനകത്തും പിന്നെ ഇതിനകത്തും ഉള്ള ക്യാരക്ടർ നോക്കിയപ്പം എനിക്ക് 2 ക്യാരക്ടറിലും അത്യാവശ്യം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നു. കാരണം പുള്ളിക്കാരിയുടെ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടിനകത്തും ഒരു പ്രായമായ ഒരാളോട് ഇഷ്ടമായി നടക്കുന്നൊരു പുള്ളിക്കാരി, ഒരു ക്യാരക്ടർ, അങ്ങനത്തെ ഒരു അങ്ങനെ വേണേൽ ചിന്തിക്കാം. ആ ഒരു പക്ഷേ ഇതിൻ്റെ രണ്ടും ഒരു ഡിഫറെൻ്റ് ആണ്. ലൈക്ക് രണ്ടിൻ്റെയും ക്യാരക്ടറിന് കൊടുത്തേക്കുന്ന ഒരു പരിപാടീസൊക്കെ ഡിഫറെൻ്റ് ആണ്. ആൻഡ് മമിത ബൈജു അത് വളരെ കൺവിൻസിങ് ആയിട്ട് കേട്ടിട്ടുണ്ട്, ക്രിഞ്ചായിട്ടൊന്നും തോന്നിയില്ല, ഭയങ്കര രസമായിരുന്നു. ആൻഡ് ഷി വാസ് ഓൾസോ വെരി നൈസ്. ആൻഡ് പിന്നെ ഉള്ളത് ഇതിനകത്ത് കുറേ ക്യാരക്ടേഴ്സ്, അതായത് നമ്മുടെ അമൽദേവ്, സംഗീത് പ്രതാപ്, പിന്നെ സുരേഷ് കൃഷ്ണ, റോഷൻ ഷാനവാസ്, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഭയങ്കര രസമായിരുന്നു എല്ലാവരും. പിന്നെ മമിത ബൈജുവിൻ്റെ അമ്മയായിട്ട് ചെയ്ത പുള്ളിക്കാരിയും വാസ് വെരി നൈസ്. പിന്നെ എല്ലാം പെർഫോമൻസസ് ലൈക്ക് ഒരു തെറ്റും പറയല്ല, എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ JK ശ്യാം മോഹൻ, പ്രൈമറിക്കകത്തെ ആദി, പുള്ളി അടിപൊളിയായിരുന്നു. പുള്ളിയുടെ കുറേ സാധനമൊക്കെ ഉണ്ടായിരുന്നു ക്ലൈമാക്സ്. ആൻഡ് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫണ്ണായിരുന്നു. പിന്നെ ഇതിൻ്റെ സോങ് വിഷ്ണു വിജയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് മ്യൂസിക്, ഇതിനകത്ത് ശ്രീറാം പാടിയ പാട്ടാണെന്ന് പറഞ്ഞോളൂ, ഒരു പാട്ടുണ്ട്, അത് റിലീസായെന്ന് പറഞ്ഞോളൂ, അത് നല്ല രസമുണ്ടായിരുന്നു.
പിന്നെ MG ശ്രീകുമാർ പാടിയൊരു പാട്ടുണ്ട് മാന്ത്രികം എന്ന് പറയുന്നത്. ആ പാട്ട് എനിക്ക് ആദ്യം ഇറങ്ങിയപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊരു രസം തോന്നിയില്ല. പക്ഷേ ഈ പടത്തിനകത്ത് കേട്ടപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. ആൻഡ് ആ ലിറിക്സ് ഒക്കെ ഭയങ്കര എന്താ ആപ്റ്റായിട്ട് തോന്നി. ആൻഡ് അത് ഭയങ്കര രസമായിരുന്നു. മ്യൂസിക് വൈസ് എല്ലാം അടിപൊളിയായിരുന്നു. ഇതിനകത്ത് അങ്ങനെ റോങ് ആയിട്ട് പറയാനില്ല. പിന്നെ ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും എഡിറ്റിംഗ് വൈസ് ആണെങ്കിലും അജ്മൽ സാബുമാണ് DOP ചെയ്തേക്കുന്നത്. പ്രേമലുവിൻ്റെയും DOP പുള്ളിയായിരുന്നു. ആൻഡ് വിഷ്വൽസ് വൈസ് എല്ലാം കളർഫുൾ, ഭയങ്കര വൈബ്രൻ്റ് ആയിരുന്നു, നല്ല രസമായിരുന്നു. ആൻഡ് ലിറ്ററലി ഒരു നല്ല ഫിലിം കണ്ട് ഒരിക്കലും ഈ ഫിലിം തീരല്ലേ, ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടൊരു ഫിലിം. നെഗറ്റീവ് വൈസ് എനിക്ക് ഒന്നും പറയാനില്ല. ഇത് ഞാൻ ലേറ്റായി ഈ സിനിമ കണ്ട് റിവ്യൂ ചെയ്യാൻ. ആൻഡ് എൻ്റെ റിവ്യൂ ആണെന്നതിന് മുന്നേ ആൾക്കാരെല്ലാം കണ്ടു കാണും ഈ ഫിലിം. ബട്ട് സ്റ്റിൽ ഇതെനിക്ക് പറയണമെന്ന് തോന്നി. പിന്നെ എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ റിലേറ്റബിലിറ്റി ഫാക്ടറോ. റിലേറ്റബിലിറ്റി മീൻസ് നമ്മൾ നീമ്പോളിയെ പോലത്തെ ഒരു ക്യാരക്ടറിനെ കണ്ടല്ലോ, ചിലപ്പം ചില സീൻസുകൾ നമ്മളായിട്ടാണോ എന്ന് തോന്നിപ്പോകും. അങ്ങനത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. സോ എന്താ പറഞ്ഞാൽ ആ റിലേറ്റബിലിറ്റി ഫാക്ടറാണ് ഈ പടത്തിനെ ഏറ്റവും കൂടുതൽ പിടിച്ചു വെക്കുന്നത്. ആൻഡ് പിന്നുള്ള എനിക്ക് പറയാൻ തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ മൂവിങ് ഓൺ. ഈ സിമ്പിൾ എന്നല്ല, അത് എന്താ ഭയങ്കര അത്ര ഉള്ളെങ്കിൽ സിമ്പിളാണ്. ബട്ട് അല്ലെങ്കിൽ ഫിക്സിങ് ഇറ്റ് അപ്പ് ഈസ് എ മേജർ ഓപ്ഷൻ ആൻഡ് ഇറ്റ്സ് ഓൺലി ഓപ്ഷൻ. ആൻഡ് ആയിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ ഫിലിം കണ്ടപ്പോഴും നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്. ഓവറോൾ എല്ലാവർക്കും പോയി ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്നൊരു ഫിലിമാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി, ബട്ട് ഐ എം സോ സാഡ് ഐ വാച്ച് ദിസ് ഫിലിം ലേറ്റ്. ഞാൻ ഇത്ര ലേറ്റ് ആയി പോയിട്ടുള്ളൊരു വിഷമമുണ്ട്. ബട്ട് എന്തായാലും ഞാൻ ഒന്നുകൂടെ എന്തായാലും ഈ പടം പോയി തിയേറ്ററിൽ പോയി കാണും. ആൻഡ് ദാറ്റ്സ് മൈ റിവ്യൂ. ബൈ.